ഇത് കുറച്ച് റെയർ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. കൂടുതൽ ആൾക്കാരുടെ കയ്യിലൊന്നും ഞാനിത് കണ്ടിട്ടില്ല. ഇത് അലോക്കേഷ്യയിൽ അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അഗ്ലോണിമ ചെടികളിലൊക്കെ ഉണ്ടാവുന്ന പോലെയുള്ള പൂക്കൾ ഇതിലുണ്ടാവാറുണ്ട്. പിന്നെ അത്ര ആകർഷകമായിട്ടുള്ള പൂക്കളൊന്നും അല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യാറുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഓൺ ഗ്രീനറിയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലുള്ള അലോക്കേഷ്യ വെറൈറ്റീസും അതിൻ്റെയൊക്കെ കെയറിങ്ങിനെയൊക്കെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ചാനലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് അലോക്കേഷ്യയിൽ അലോക്കേഷ്യ ഫ്രൈഡക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ. നല്ല വെൽവെറ്റ് പോലുള്ള ലീഫാണ് ഇതിന് വരുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു വൈറ്റ് ലൈന് വരുന്നുണ്ട്. അഗ്ലോണിമ ചെടികൾ പോലെ തന്നെ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാണ് അലോക്കേഷ്യ. നല്ല വൈറ്റ് പോട്ടിലൊക്കെ ആക്കി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇതിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തൈകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇതിൻ്റെ തൈകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് അലോക്കേഷ്യ പോർട്ടായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് റെയർ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. കൂടുതൽ ആൾക്കാരുടെ കയ്യിലൊന്നും ഞാനിത് കണ്ടിട്ടില്ല. നല്ല നീളത്തിലുള്ള ലീഫാണ് ഇതിന്. ഇതിൻ്റെ ലീഫിൻ്റെ സൈഡൊക്കെ നമ്മളെ കയ്യിൻ്റെ വിരലിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇത് ഒരു കുഞ്ഞു പ്ലാന്റ് എനിക്കൊരാൾ ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഇതിപ്പോൾ നല്ല സൈസിലായിട്ടുണ്ട്. ഇതിലും വലുതാവും. പിന്നെ ഒരുപാട് പേര് ഇതിൻ്റെ തൈകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് ഇതുവരെ തൈകളൊന്നും വന്നിട്ടില്ല. നേരിട്ട് വെയിൽ തട്ടാത്തൊരു ഭാഗത്താണ് ഞാൻ ഈ അലോക്കേഷ്യ വെറൈറ്റീസൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ചാണകപ്പൊടിയാണ് കൂടുതലായിട്ടും വളമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇത് അലോക്കേഷ്യയിൽ അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അലോക്കേഷ്യ ചെടികളിൽ കൂടുതൽ കെയറിങ് വേണ്ട ഒരു ചെടി ഇതാണ്. പിന്നെ അത്യാവശ്യം റേറ്റ് ഇതിന് വരുന്നുണ്ട്. ഇത് ഞാൻ ഒരു കുഞ്ഞു പ്ലാന്റ് 200 രൂപക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്. നല്ല വെളിച്ചം കിട്ടുന്ന എന്നാൽ നേരിട്ട് വെയിൽ തട്ടാത്തൊരു സ്ഥലത്ത് നമ്മൾ ഈ ചെടി വെക്കുക. കൂടുതൽ വെയിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിയിട്ട് ഈ ചെടി കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ചാണകപ്പൊടി കൂടാതെ ഗ്രാനുവൽസ് ആയിട്ടുള്ള വളങ്ങളൊക്കെ ഞാൻ ഈ അലോക്കേഷ്യക്കൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് അലോക്കേഷ്യയിൽ അലോക്കേഷ്യ പോളി എലിഫൻ്റ് ഇയർ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് മിക്കവാറും എല്ലാവരുടെ കൈകളിലും കാണും. അലോക്കേഷ്യ ഫ്രൈഡക്കിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പ് തന്നെയാണ് ഇതിൻ്റെ ഇലകൾക്ക് വരുന്നത്. പിന്നെ കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിനങ്ങനെ കൂടുതൽ കെയറിംഗ് ഒന്നും ആവശ്യമില്ല, നന്നായിട്ട് വളരും. ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗത്തൊരു പർപ്പിൾ കളറാണ് വരുന്നത്. കലേഡിയത്തിലും അഗ്ലോണിമ ചെടികളിലൊക്കെ ഉണ്ടാവുന്ന പോലെയുള്ള പൂക്കൾ ഇതിലുണ്ടാവാറുണ്ട്. പിന്നെ അത്ര ആകർഷകമായിട്ടുള്ള പൂക്കളൊന്നും അല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യാറുള്ളത്. ഈ ചെടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ തൈകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് അലോക്കേഷ്യയിൽ അലോക്കേഷ്യ ഗ്രീൻ ഷീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ. നല്ല ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് ഗ്രീന് വരകളാണ് ഇതിന് വരുന്നത്. ഇത് ഞാൻ വാങ്ങിച്ച സമയത്ത് ചെറിയ തൈയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ പോട്ടിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ പോട്ടൊക്കെ മാറ്റി കൊടുക്കണം. മണ്ണ്, ചാണകപ്പൊടി, കോക്കോപീറ്റ് അല്ലെങ്കിൽ മണൽ ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള പോട്ടി മിക്സിലാണ് നമ്മൾ അലോക്കേഷ്യ ചെടികളൊക്കെ വെക്കേണ്ടത്. ഗ്രീൻ ഷീൽഡ് അലോക്കേഷ്യയിലും പെട്ടെന്ന് തന്നെ തൈകളൊക്കെ വരും. അടുത്തത് അലോക്കേഷ്യ കുക്കുലാട്ട ബുദ്ധാസ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞ ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫിൽ വേറെ ഷെയ്ഡൊന്നും വരുന്നില്ല, ഗ്രീൻ ഷെയ്ഡ് മാത്രമേ വരുന്നുള്ളൂ. കൂടുതൽ കെയറിംഗ് ഒന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. നമ്മളെ ഗാർഡനിൽ മതിലിനോട് ചേർന്നിട്ടൊക്കെ ഈ ചെടി നട്ടുപിടിപ്പിക്കുക. ഒരുപാട് തൈകളൊക്കെ വരും. മഴക്കാലത്ത് ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തത് അലോക്കേഷ്യ ട്രയാങ്കുലാരിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫിൻ്റെ സൈഡൊക്കെ ഒരു ചുരുണ്ടിട്ടാണ് വരുന്നത്. ഇത് മിക്കവാറും ആൾക്കാരുടെ കയ്യിലൊക്കെ കാണും. ഒരുപാട് മുന്നേ പല വീടുകളിൽ ഞാൻ ഈ ചെടി കണ്ടിട്ടുണ്ട്. ഈ ചെടിക്കും അങ്ങനെ കൂടുതൽ കെയറിംഗ് ഒന്നും ആവശ്യമില്ല. ഇത് അലോക്കേഷ്യ അല്ല, ഇത് ഹെമലോമിന റൂബിസൻസ് ക്യൂൻ ഓഫ് ഹേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ്. ഒരു ഹേർട്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫൊക്കെ വരുന്നത്. ഈ ചെടി എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ വേറെയും ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിലില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തണ്ടുകൾക്കൊക്കെ ഒരു മെറൂൺ കളറാണ് വരുന്നത്.
ഇത് കൊളോക്കേഷ്യയാണ്. നമ്മളെ പറമ്പുകളിലൊക്കെ ചിലപ്പോൾ ഇത് കാണാറുണ്ട്. ചിലരൊക്കെ ഇത് വൈറ്റ് ഇൻഡോർ പോട്ടിലാക്കിയിട്ട് നല്ല ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ചില നഴ്സറികളിലൊക്കെ ഇത് സെയിലിൽ കണ്ടിട്ടുണ്ട്. 300 രൂപയ്ക്കാണ് വലിയ പ്ലാന്റിന് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചേമ്പൊക്കെ പോലെ നല്ല വലിപ്പത്തിലുണ്ടാവുന്ന ഒരു ചെടിയാണിത്. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള അലോക്കേഷ്യ വെറൈറ്റീസ്. അലോക്കേഷ്യയിൽ ഇനിയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതൊന്നും എൻ്റെ കയ്യിലില്ല. കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അലോക്കേഷ്യ വെറൈറ്റീസിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.